പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ രാജ്യം വിട്ടു എന്നുള്ള സൂചനയാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത്. സിംഗപ്പൂരിലാണ് അദ്ദേഹം എത്തിച്ചേർന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാഹുലിനെ പിടികിട്ടുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയേക്ക് ഇപ്പോൾ കേസ് ഫറൂഖ് SCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയിലും സർക്കാരിലും പൂർണ്ണ വിശ്വാസമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ജോഷില, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നിരവധി അഭ്യൂഹങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ രാഹുലിനെ ചുറ്റിപ്പറ്റിയാണ്. രാഹുൽ നിലവിൽ രാജ്യം വിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ നേരത്തെയും 1-2 പെൺകുട്ടികളുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നതായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇത് സംബന്ധിച്ചിരിക്കുന്ന സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നമുക്കുണ്ടോ? പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ടോ നമ്മളുമായി? സിജു, അല്പസമയം മുമ്പ് രാഹുലിന്റെ അമ്മയെ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യത്തിൽ നിന്നും 2-3 കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. മകൻ ഭാര്യയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ വിഷയത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് അവർ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മർദ്ദിച്ചിരുന്നു, മർദ്ദനത്തിന് ശേഷമാണ് താൻ അറിയുന്നത്, മർദ്ദിക്കുന്ന സമയത്ത് താൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് അമ്മ ഞങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച്, മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനെ കുറിച്ച്, മറ്റ് വേറെന്തെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, ഒരു എൻഗേജ്മെൻറ്റ് നേരത്തെ നടന്നിരുന്നു, അത് പക്ഷേ പിന്നീട് അവർ തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. കോട്ടയത്ത് നിന്നുള്ള ഒരു സ്ത്രീയുമായിട്ടാണ് എൻഗേജ്മെൻറ്റ് നടത്തിയിരുന്നത്, എന്നാൽ അത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് അവർ മറ്റൊരു മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്, അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. കാരണം ഇയാൾക്ക് രാഹുലിന് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അത്, അവരൊരുമിച്ച് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള മറുപടിയാണ് രാഹുലിൻ്റെ അമ്മയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അമ്മയും ഇവരും തമ്മിൽ, അതായത് മകൻ്റെ ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അമ്മ വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രാഹുലിൻ്റെ അമ്മയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും പന്തീരാങ്കാവ് പോലീസ് നേരത്തെ ഈ പരാതിയുമായി, അത് തന്നെ മർദ്ദിച്ചിരുന്നു, കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള പരാതിയുമായി പെൺകുട്ടിയും ഈ അമ്മ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ രാഹുൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളത്. ഇവരുടെ കല്യാണം കഴിഞ്ഞത് 5-ാം തീയതി, ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നത് 11-ാം തീയതി, അതായത് കൃത്യം 6 ദിവസം. എന്ത് വ്യക്തിപരമായ പ്രശ്നമെന്ന് ഈ അമ്മ ചോദിച്ചിരുന്നോ? അത് സംബന്ധിച്ച് ഈ അമ്മയോട് നിങ്ങൾ ചോദിച്ചിരുന്നോ? തീർച്ചയായും സിജു, ഞാൻ ചോദിച്ചിരുന്നു ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മിലുള്ള, അതായത് ഈ പെൺകുട്ടിക്ക് ഫോണിൽ, അതായത് പെൺകുട്ടിയെ പാടെ മോശമാക്കി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ആ രീതിയിൽ വിശ്വാസയോഗ്യമാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആർക്കും ആരെക്കുറിച്ചും പറയാവുന്ന പരാതിയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി അഥവാ അങ്ങനെ വല്ല ഫോൺ സംഭാഷണമോ മെസ്സേജുകളോ അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കാനുള്ള അവകാശം അവരുടെ ഭർത്താവിനുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മകൻ മർദ്ദിച്ചിട്ടുണ്ട്, മകൻ മർദ്ദിക്കുമ്പോൾ അവൾ മുഖം തിരിച്ചിട്ടുണ്ട്, അപ്പോൾ മൂക്കിന് അടികൊണ്ടിട്ടുണ്ട്, അതുപോലെ ചെവിക്ക് അടികൊണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുലിൻ്റെ അമ്മ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഭാര്യയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രാഹുലിൻ്റെ അമ്മ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. മറ്റൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്, രാത്രിയാണ് തിരിച്ചെത്തിയത്. ബീച്ചിലൊക്കെ പോയിരുന്നു. തിരിച്ചു വന്ന് വീട്ടിൽ ഇവരുമായി, അതായത് വീട്ടുകാരുമായി വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല. നേരെ മുകളിലത്തെ റൂമിലേക്ക് പോയി ഇരിക്കുമായിരുന്നു. താഴേക്ക് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോഴാണ് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് താൻ അറിയുന്നത്. പിന്നീട് വീട്ടുകാർ വന്ന സമയത്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ മർദ്ദനമേറ്റു എന്നുള്ള വിവരങ്ങളൊക്കെ അവർ പറയുന്നത്. കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. കുട്ടിയുടെ അമ്മയാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റ കാര്യങ്ങളൊക്കെ കുട്ടിയുടെ രക്ഷിതാക്കളാണ് തന്നോട് പറഞ്ഞത് എന്നുള്ളതാണ്. അന്ന് ഈ അക്രമം 11-ാം തീയതി ഈ രാഹുല് പെൺകുട്ടിയുമായി പുറത്തു പോയതിനു ശേഷം മുറിയിൽ
അമ്മയും മകനും തമ്മിൽ സംസാരം നടക്കുന്നു, എന്തോ സംസാരിക്കുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ വന്ന് അതിക്രൂരമായി രാഹുൽ മർദ്ദിക്കുന്നതെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്ന് ഇങ്ങനെ തരത്തിലൊരു സംഭാഷണം നടന്നതായി ഈ അമ്മ പറയുന്നുണ്ടോ? ഈ അമ്മയെ പറയുന്നത് കേട്ടാൽ ഇപ്പോൾ ഈ പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ അറിയുന്നതെന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ചർച്ച, ചില തർക്കങ്ങൾ രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ നടന്നിരുന്നു. അത് കൃത്യമായി അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു തരത്തിലും സ്ത്രീധനവുമായുള്ള ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് അമ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, രാഹുലിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മർദ്ദിച്ചു എന്നുള്ള കാര്യം അവർ പറയുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിലല്ല എന്നാണ് അവർ ഞങ്ങളോട് പറയുന്നത്. അതേസമയം തന്നെ അന്ന് രാത്രി ഇവർ തമ്മിലുള്ള പ്രശ്നം അറിഞ്ഞ് അതിനുശേഷം മകനോട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മകൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വയ്യ എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്ന ബാക്കി കാര്യങ്ങൾ മുഴുവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് മർദ്ദിച്ചു എന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഇവരും പ്രതിയാകേണ്ടതല്ലേ നിലവിൽ? അതായത് ഈ പെൺകുട്ടിയെ രാഹുൽ മർദ്ദിച്ചു എന്ന് ഇവർ സമ്മതിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ മുഖത്തടക്കം പാട് കണ്ടു എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു കുറ്റവാളി, ഒരു കുറ്റം ചെയ്തയാൾ ആ കുറ്റം മറച്ചു വെക്കാൻ കൂടി അല്ലെങ്കിൽ ഒത്താശ ചെയ്യുകയാണ് ഈ അമ്മ കൂടി ചെയ്തത്. ഇവർക്കെതിരെ കൂടി കേസെടുക്കേണ്ട സാഹചര്യം. ഇപ്പം നിലവിൽ തന്നെ രാഹുലിനെതിരെ ഗാർഹിക പീഡനം മാത്രമല്ല കേസ് വരുന്നത്, മറ്റു പല വകുപ്പുകൾ കൂടി പോലീസ് ചുമത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ ഈ രാഹുലിൻ്റെ അമ്മ ഈ കേസ് വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടിക്ക് മറ്റ് ചില കണക്ഷൻസ് ഉണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ രാഹുലിനൊപ്പം പങ്കാളികളാണ് ഈ മാതാവും എന്ന് പറയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും സിജു, ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇത്തരത്തിലുള്ള മൊബൈൽ ചാറ്റ് ബന്ധങ്ങളൊക്കെ കൊണ്ട് അമ്മ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മകൻ മർദ്ദിച്ചു, അതായത് മെയ് 5-ന് കല്യാണം കഴിഞ്ഞ് അത്രയും ദിവസം 5 ദിവസം കഴിയുന്നതിന് മുൻപേ ഒരു പെൺകുട്ടിയെ ഭർതൃഗൃഹത്തിൽ വെച്ച് മർദ്ദിച്ചു. അത് അമ്മ അറിയുന്നു. ഇതിനെക്കുറിച്ച് മകനോട് ചോദിക്കുന്നു. മകനോട് ചോദിച്ചപ്പോൾ മകൻ മറ്റു കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വേറൊരു കുട്ടിയുമായി എൻഗേജ്മെന്റ് നടന്നതിന് ശേഷം ഒരുമിച്ച് താമസിച്ചിരുന്നു, പിന്നീട് ആ ബന്ധം വേണ്ടെന്ന് വെച്ചതാണ് എന്നുള്ളത്. എന്നാൽ മറ്റുള്ള രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ, അതായത് ഒരുപാട് വിവാഹ ജീവിതം നയിച്ച ആളാണ്, കല്യാണം കഴിച്ചു വിടുന്നത്, അതൊന്നും തന്നെ ഈ അമ്മ സമ്മതിക്കുന്നില്ല. അതേസമയം തന്നെ നേരത്തെ ഒരു എൻഗേജ്മെന്റ് നടന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. ആ എൻഗേജ്മെന്റ് ഡേറ്റിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുമായുള്ള വിവാഹം നടത്തിയത്. പിന്നീട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നത് അറിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഭർതൃഗൃഹത്തിൽ വെച്ച് പീഡനം നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മർദ്ദനമേറ്റു എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അമ്മയടക്കം സമ്മതിക്കുന്നുണ്ട്, രാഹുൽ മർദ്ദിച്ചു എന്നുള്ളത്. അത് വളരെ ലാഘവത്തോട് കോഴിക്കോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ സമ്മതിച്ച് രാഹുലിന്റെ മാതാവ്. ഒപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി. ഇപ്പോൾ ഫറോക്ക് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്.